സോ അമർജി, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ PK. അച്ഛാ, വെരി നൈസ്, വെരി നൈസ് സ്ക്രിപ്റ്റ്. വളരെ സെൻസിറ്റീവായ ഒരു ടോപ്പിക്കാണ് നമ്മളൊരു ഫണ്ണായിട്ട് ഈ ഒരു സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അച്ഛാ, ഇതിലെ റൊമാൻറ്റിക് പോർഷൻസ് ഇസ് വെരി നൈസ്, വെരി നൈസ്. കാസ്റ്റിംഗ് ഒക്കെ കൺഫേം ആയോ? ഇല്ല സാർ, സാറിൻ്റെ ക്യാരക്ടർ മാത്രമേ നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ക്യാരക്ടറിന് പെർഫെക്റ്റ് അല്ല. കാര്യം കുറച്ചുകൂടി യങ്ങറായിട്ടൊരു ഹീറോയെ കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ വന്നാൽ നോ, അത് കറക്റ്റ് ആവില്ല. അയ്യോ സാർ, സാറി പറയുന്നത് ആദ്യം വരുന്ന ആ ക്യാരക്ടറിൻ്റെ കാര്യമല്ലേ? അത് നമുക്ക് രൺബീറിനെ കൊണ്ടോ വല്ലതും ചെയ്യിക്കാം. സാറ് ചെയ്യേണ്ട ക്യാരക്ടർ ആ ഏലിയൻ ക്യാരക്ടർ അല്ലേ, അതാണ്. ഓ അച്ഛാ, ഓ ഏലിയൻ ക്യാരക്ടർ, അത് ഞാൻ ചെയ്യില്ല. നല്ല ക്യാരക്ടറാണ് സാർ, സാറ് ചെയ്ത എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് നിങ്ങൾ ഈ പ്ലാൻ ചെയ്തേക്കുന്ന പോലൊക്കെ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കാണിച്ചാലല്ലേ ആളുകൾക്ക് ഇഷ്ടപ്പെടൂ? അതെന്ത് ചോദ്യം സാർ, ഈ സിനിമ എന്തായാലും റിലീസ് ആവുമല്ലോ. ആ ഏലിയൻ വരുന്നതും ബാക്കിയുള്ള സ്റ്റോറീസും കാണിച്ചാൽ ഈ ഒരു സിനിമ റിലീസാവില്ല. അതെന്താ സാർ? ഇതിൻ്റെ മെയിൻ കഥ എന്താ? അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യയിലെത്തുന്നൊരു ഏലിയൻ അവനവൻ്റെ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ഒരു ലോക്കറ്റ് അത് നഷ്ടപ്പെടുത്തുന്നു. അത് തിരിച്ച് നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവൻ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളും ഏറ്റവും അവസാനം അവൻ ആ ഒരു ലോക്കറ്റ് നേടിയെടുത്തിട്ട് തിരിച്ച് അവൻ്റെ നാട്ടിലേക്ക് പോകുന്നതാണ് കഥ. ആ ലോക്കറ്റ് ആരുടെ കയ്യിൽ നിന്നാണ് തിരിച്ചു കിട്ടുന്നത്? അത് ഒരു ആൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന്. കൂടാതെ ഇന്ത്യയിലെ മതങ്ങളെ പറ്റിയും ആചാരങ്ങളെ പറ്റിയൊക്കെ ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, അതൊക്കെ നമുക്ക് നല്ല ഫണ്ണായിട്ട് എടുക്കണം. തിയേറ്ററിൽ എല്ലാവരും പൊട്ടിച്ചിരിക്കണം. ഈ സിനിമ തിയേറ്ററിൽ റിലീസായാൽ എല്ലാവരും കണ്ടിച്ചിരിക്കും. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത് സെൻസർ ബോർഡിനെ കാണിച്ചാൽ അവർ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഈ സിനിമ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? ഇല്ല, എങ്ങനെയായിരിക്കും ഇത്? സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ നായകനും നായികയും കണ്ടുമുട്ടുന്നു, അവർ പ്രണയത്തിലാവുന്നു, പിന്നെ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ ബ്രേക്കപ്പ് ആവുന്നു. ഇവിടെ വരെ ശരിയല്ലേ? വളരെ ശരിയാണ്. അതിനുശേഷം ഏലിയൻ ഇന്ത്യ വരുന്നു, തിരിച്ചവന് നാട്ടിലേക്ക് പോകാനുള്ള ലോക്കറ്റ് ഒരു കള്ളം കട്ടുകൊണ്ട് പോകുന്നു. അതിനുശേഷം ആ ഏലിയൻ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, ആൾദൈവത്തെ കാണുന്നു, ഡിബേറ്റ് നടത്തുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെൻസർ ബോർഡ് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നു. ഇങ്ങനെ കട്ട് ചെയ്താൽ ഇനി വേറെ ഒന്നും ഇല്ലല്ലോ. അത് തന്നെ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബ്രേക്കപ്പ് ആയ നായകനും നായികയും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിപ്പിക്കും. അപ്പോൾ സാറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഏലിയൻ്റെ ക്യാരക്ടറോ? ആ ഏലിയൻ ക്യാരക്ടർ, ആ ഒരു ഏലിയൻ ക്യാരക്ടർ നമുക്ക് ക്ലൈമാക്സ് പ്ലാൻ ചെയ്യാം. ക്ലൈമാക്സിൽ ആ ഏലിയൻ ഒരു ഏലിയൻ ഷിപ്പിൽ ഇങ്ങനെ പറന്നു വരും. ഭൂമിയുടെ മുകളിലെത്തുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും അത് ടാറ്റ കാണിക്കും. എന്നിട്ട് അടുത്ത പ്ലാനറ്റിലേക്ക് പറന്നു പോകും. ദി എൻഡ്. ഭഗവാൻ है कहाँ है तू?